സുന്ദരിക്കുട്ടിക്ക് അമ്മ ഇനി വെള്ളരിപ്രാവിന്റെ ഉടുപ്പാ ഇട്ട് തരാൻ പോണത്. ഹായ്, എന്ത് നല്ല ഉടുപ്പാ! ഈ ഉടുപ്പിട്ട് കണ്ണെഴുതി പൊട്ടുതൊട്ട് മുടി കെട്ടി എന്റെ മോള് ചെല്ലുമ്പോ എല്ലാരും കൂടെ എന്ത് ബഹളമായിരിക്കുന്നോ. നീനുനെ കാണാൻ നല്ല ശേല, നീനു നല്ല സുന്ദരി കുട്ടിയാണ്, ഈ സുന്ദരിക്കുട്ടിയെ ഞങ്ങൾക്ക് തന്നേക്കോന്നും ചോദിച്ച് എല്ലാരും കൂടെ പുറകേ വരും. എല്ലാരും തന്നേക്കുമോ തന്നേക്കുമോ ചോദിക്കുമ്പോ അച്ഛനും അമ്മയും എന്തു പറയും? സുന്ദരിക്കുട്ടിയെ തരൂല്ല എന്ന്. പിന്നെ ഞങ്ങൾ കൊടുക്കുവോ ഈ കൺമണിക്കുട്ടിയെ? ഇനി ഇതൊക്കെ മാറ്റി നമുക്ക് ഉടുപ്പിടാം. അച്ഛൻ വരട്ടെ അമ്മേ. അച്ഛൻ വരുമ്പോ റെഡി ആയിരിക്കണമെന്ന് പറഞ്ഞിരിക്കുക. ഇനി എന്തൊക്കെ ചെയ്യണം? മുടി കെട്ടണ്ടേ, കണ്ണെഴുതണ്ടേ, പൊട്ടുകുത്തണ്ടേ? അച്ഛൻ വന്നിട്ട് മതി അമ്മേ. നോക്ക്, സുന്ദരിക്കുട്ടി ആരുടെ മോളാ? അച്ഛന്റെയോ അമ്മയുടെയോ? അമ്മയുടെ. ആ, എന്നാ ഇത് മാറ്റ്, അമ്മ ഉടുപ്പിട്ട് തരാം. അച്ഛൻ നോക്കുന്ന അമ്മേ. എവിടെ? കൊള്ളായി അച്ഛന്റെ കാര്യം. അങ്ങോട്ട് തിരിഞ്ഞിരുന്നേ, എന്റെ മോളെ ഡ്രസ് ചെയ്യട്ടെ. അമ്മ സാരി മാറ്റുക, അത് കഴിഞ്ഞ് തുറക്കാം. അച്ഛൻ ഈ മുറിയിൽ ഇരുന്നോളാം, മോള് തുറക്ക്. വേണ്ട വേണ്ട. ആ അതേ നോക്ക്, സുന്ദരിക്കുട്ടി ആരുടെ മോളാ? അച്ഛന്റെ മോളോ അമ്മയുടെ മോളോ? അച്ഛന്റെ. ആ എന്നാ വേഗം തുറക്ക്. അച്ഛാ പതുക്കെ തുറക്കണം, ഇല്ലെങ്കിൽ ഞാൻ വീഴും. ആഹാ, എന്റെ മോള് റെഡിയായല്ലോ. ഈ അമ്മയ്ക്ക് എന്താ നേരത്തെ ഒന്ന് റെഡിയായാൽ? നമുക്ക് ചോദിക്കാം. സേതു, അമ്മേ, അച്ഛൻ വഴക്ക് പറയാൻ വരുവാ, വേഗം സാരി മാറ്റിക്കോ. വഴക്ക് പറയണ്ട, അമ്മ റെഡി. ഇനി അച്ഛൻ റെഡി ആയാ മതി. ആഹാ, 5 മിനിറ്റ് ഞാൻ റെഡി. അത് കൊള്ളാം. ഇത് വേണോ മോളെ? എല്ലാവരും കൂടെ ചോദിച്ച് ബഹളം ഉണ്ടാക്കും. സാരമില്ല, അവളുടെ ഇരുന്നോട്ടെ. ആ ശരി, വാ. ഒന്ന് വേഗാട്ടെ. ഇതാ മോളോ. കേറ് കേറ്. ശരി വിട്ടോ. ഹലോ, ഐ എം സോറി കേട്ടോ, ലേറ്റ് ആയി പോയി. ഹലോ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ശ്രീരാമൻ. ഹാപ്പി ബർത്ത്ഡേ ശ്രീകൃഷ്ണൻ. Come on, let's go. വരൂ 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 വരൂ. അടുത്താണ്.
വേണ്ട, നീനിവിടെ ഇരുന്നോളാം. അയ്യേ അതെന്താ? എല്ലാരും മുകളിൽ വെയിറ്റ് ചെയ്യല്ലേ? മുകളിലില്ല. വേണ്ട. നോക്ക്, സുന്ദരിക്കുട്ടി ആരുടെ മോളാ? വേണ്ട, നീന് പോവാ. അമ്മേ, ആരോ വെള്ളത്തിൽ പോയി. നീനു, നീനു, എന്റെ കുഞ്ഞെവിടെ? നീനെവിടെ? എന്റെ മോളെവിടെ? അയ്യോ, എന്റെ മോളെവിടെ? എന്റെ കുഞ്ഞെവിടെ? നീനു, എന്റെ മോളെവിടെ? അയ്യോ, എന്റെ കുഞ്ഞെവിടെ? നീനു വിടോ? അയ്യോ, എന്റെ മോളെവിടെ? അയ്യോ, നീനു, അയ്യോ, എന്റെ മോളെവിടെ? അയ്യോ, നീനു, നീനു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
സ്തുതിയായിരിക്കട്ടെ. കാടുപിടിയിലൊരു മനുഷ്യന്റെ കൂടെ നടക്കണ്ട വഴി. ഞാനുണ്ട്. നോക്കാം. അതിലേ എന്നെ ഔട്ടാക്കുന്നവർക്ക് ഒരു ആപ്പിൾ. അതെനിക്കാ. എന്നാ ഒന്ന് നോക്കിയിട്ട് അച്ഛനെ കാണാനേരം വന്നിരിക്കുന്നു. എന്ത് പണിയായി. എന്റെ ഒരു ആപ്പിള് വെറുതെ കളഞ്ഞല്ലോ ബിയാട്രീസെ. ഞാൻ കൊണ്ടുപോയി തിന്നു. എന്നാ പണി. കാണാൻ വന്നവര് ഈ കാറിൽ വന്നവരല്ലേ? എനിക്ക് അവരോട് ഒരു ഇഷ്ടവും ഇല്ലെന്ന് നിനക്കറിയാവോ? ഓടിത്തളർന്നു വന്ന് എന്നെ ആ റോഡിലെ പൊടി മുഴുവൻ തിരിച്ച പാട്ടുകളവർ. എന്നാലും ദേഷ്യപ്പെടാൻ പാടില്ലല്ലോ. ചിലപ്പോ വല്ല സംഭാവനയും തരാൻ വന്നവരാണെങ്കിലോ? നീ നോക്കിക്കോ, ഒരു 100 രൂപയെങ്കിലും ഞാൻ പിടുങ്ങും. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. ഐ ആം വിനോദ്. ഇവിടെ പനേപ്പുര കോംപ്ലക്സിന്റെ കൺസ്ട്രക്ഷൻ ഞാനാണ് എടുത്തിരിക്കുന്നത്. ഫൈനൽ വർക്കിന് ഈ നാട്ടിൽ വന്നിട്ട് ഒരാഴ്ചയായുള്ളൂ. ഓഹോ, ഇങ്ങോട്ടിരിക്കേ. താങ്ക് യു. കുറെ നാളായല്ലോ അതിന്റെ പണി തുടങ്ങിയിട്ട്. അടുത്ത കൊല്ലം തീരുവോ? ഒരു 3 മാസം കൂടി എടുക്കും. തീർത്തിട്ട് ഞാൻ പോകും. ഞാൻ മിക്കവാറും അതൊരു വരാറുണ്ട്. പിന്നെ ആവശ്യമില്ലാത്തത് ഞാൻ വലിഞ്ഞു കയറി വരുന്ന കരുതി അങ്ങോട്ട് വരാറില്ല. ഇനിയിപ്പോ നമ്മളെ പരിചയപ്പെട്ട സ്ഥിതിക്ക് കൂടെ വരും. അച്ഛൻ വരണം. അച്ഛനെ കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. നാട്ടിലുള്ളവർക്കൊക്കെ അച്ഛനെ വളരെ സ്നേഹവും ബഹുമാനമാണെന്ന് മനസ്സിലായി. നാട്ടുകാർക്കൊക്കെ എന്നെ ബഹുമാനമല്ല, ബഹുഭയവാ. അവരൊക്കെ എന്നെ കണ്ട ഒളിക്കും. ഞാൻ സംഭാവന ചോദിക്കും. പിന്നെ ചിലരൊക്കെ പറയുന്നുണ്ട് ഞാൻ ഈ ഓർഫനേജിന് വേണ്ടി സംഭാവന പിരിച്ച് പണം വെട്ടിക്കുകയാണ്. അല്പം സ്വല്പം വെട്ടിപ്പോകയില്ലേ, പിന്നെ എന്തിനാ അതിനൊക്കെ നടക്കുന്നല്ലേ? ഞാനും ഒരു സംഭാവന വരാൻ വന്നതാ. ഈ ഓർഫനേജിന് എന്റെ വക 4000 റുപ്പീസ്. ഒരു പരിചയമില്ലാത്ത ഒരാൾ രാവിലെ കയറി വന്ന് 4000 രൂപ സംഭാവന തരിക. ഈ ചെക്ക് മാറുമോ? ഇത് കുട്ടികൾക്ക് കൊടുക്കാനാ, കുറച്ച് ചോക്ലേറ്റ്. ഓ, താങ്ക് യു. ഞാൻ വരട്ടെ. പേരെന്താണെന്നാ പറഞ്ഞത്? വിനോദ്. ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഭാര്യ മാത്രമേ ഉള്ളൂ. കുട്ടികൾ? ആരുമില്ല. ഞാൻ വരട്ടെ ഫാദർ. ഞങ്ങളുടെ ചായ കുടിക്കാതെയോ? നീലഗിരി നോസ് കിട്ടുന്ന തേയിലയാ. അല്ലെങ്കിൽ വേണ്ട, സ്വല്പം എടുക്കട്ടെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുണ്ട് വൈൻ. ഓ, ഇനി ഒരിക്കലാകാം. വരട്ടെ.
അങ്ങനെയാട്ടെ. സേതുവിന് ഇന്ന് നല്ലൊരു പ്രഭാതം നഷ്ടമായി. എന്റെ കൂടെ വരണമായിരുന്നു അവിടെ, മേരി മാത ഓർഫനേജിൽ. നല്ല രസമാ അവിടെ. ഒരച്ഛനുണ്ട് അവിടെ. ഞാനവിടെ ചെല്ലുമ്പോ പുള്ളി കുട്ടികളുമൊത്ത് കളിക്കുക. ഒരു പാവം തമാശക്കാരൻ. നമുക്കൊരിക്കൽ അവിടെ ഒന്ന് പോണം. എഴുന്നേറ്റ് കുളിക്കുന്നൊന്നുമില്ലേ സേതു? കുളിക്കണം. വിനുന് ചായ വേണ്ടേ? വിനോദ്, ഞാൻ വരുമെന്ന് വിചാരിച്ചില്ലല്ലേ? ആ ചെക്ക് മാറിയായിരുന്നു കേട്ടോ. അച്ഛൻ വരും. എവിടെ പോയി വരിക? സിമെന്റിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് 6 മാസമായി. ദിവസവും കയറി നടപ്പാ. കൈക്കൂലി കൊടുക്കാതെ അറിയാലെന്ന് അവരും കൊടുക്കലെന്ന് ഞാനും. എവിടം വരെ പോകുമെന്ന് അറിയണമല്ലോ. അല്ല, എന്തിനാ ഇപ്പൊ സിമെന്റ്? ഓർഫനേജ് കുറച്ച് കക്കൂസ് പണിയാനാ. ഓഹോ, 2 എണ്ണേ ഉള്ളൂ. അവിടുത്തെ ബന്ധപ്പാടൊന്നും പറയണ്ട. അച്ഛൻ എത്ര പാക്കറ്റ് സിമെന്റിനാ അപ്ലൈ ചെയ്തിരിക്കുന്നത്? വേണ്ട വേണ്ട, അത് വേണ്ട. 4000 രൂപ സംഭാവന, കുട്ടികൾക്കെല്ലാം ചോക്ലേറ്റ്, ഇനി സിമെന്റും കൂടെ തരാൻ ഞാൻ സമ്മതിക്കത്തില്ല. സിമെന്റിന് എനിക്കും പഞ്ചമാച്ചോ ഉണ്ടായിരുന്നു, ഞാൻ നിർബന്ധിച്ചു തന്നെ. അച്ഛനിരിക്കും. അപ്പൊ സിമെന്റ് ഇവിടെ ഇല്ലേ? അച്ഛന് കുടിക്കാൻ എന്താ വേണ്ടേ? അയ്യോ, ഒന്നും വേണ്ട. വിനോദിന്റെ കാര്യങ്ങള് ഏതാണ്ടൊക്കെ ഞാൻ അറിഞ്ഞു. ഒരു കുഞ്ഞുണ്ടായിരുന്ന മരിച്ചുപോയി എന്നറിഞ്ഞു. നേരാണോ? അതെ. എന്തായിരുന്നു അസുഖം? അസുഖം ഞങ്ങൾക്കായിരുന്നു വെച്ചു. അവളെ അണിയിച്ചൊരുക്കി എല്ലായിടത്തും കൊണ്ടുപോവുക, എല്ലാവരെയും കാണിക്കുക, അതായിരുന്നു ഞങ്ങളുടെ ഹോബി. ഒരിക്കൽ ബോട്ടിൽ വെച്ചൊരു പാർട്ടി. കുഞ്ഞ് വെള്ളത്തിൽ വീണത് ഞങ്ങൾ അറിഞ്ഞില്ല. മരിച്ചു എന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞത് 3-ാം ദിവസം ജഡം കണ്ടുകിട്ടിയപ്പോഴാണ്. ഓ, ഇപ്പൊ എത്ര നാളായി? 4 വർഷം. അന്ന് ഞാൻ അച്ഛൻ്റെ ഇവിടെ വന്നില്ലേ? അന്ന് നീന് മരിച്ചിട്ട് 4 വർഷം തികയായിരുന്നു. അത് പിന്നെ കുട്ടികളൊന്നുമില്ലേ? ഇല്ല. സേതുവിനി ഒരിക്കലും അമ്മയാകാനൊക്കില്ല. ഡോക്ടർമാർ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ, സമയമായി, ഞാൻ പോട്ടെ. വിനോദിന്റെ വൈഫിന് താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ ഓർഫനേജിൽ ഒരു കുട്ടിയുണ്ട്, മിടുക്കി. അതിനെ എടുത്തു വളർത്തണമെന്ന് ചോദിക്കുക. സോറി ഫാദർ, അങ്ങനെ എടുത്തു വളർത്താനായിരുന്നെങ്കിൽ എപ്പോഴേ സാധിച്ചനെ. നീനുവിന്റെ സ്ഥാനത്ത് മറ്റൊരു കുട്ടി വരുന്നത് സേതുവിന് ഇഷ്ടമല്ല. അവൾ സമ്മതിക്കില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകുക? ആ ജീവിതം വെറുതെ മുരടിച്ചു പോയില്ലേ? വിനോദെങ്കിലും അത് മനസ്സിലാക്കേണ്ടതല്ലേ? അല്ല, ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ച് കാര്യമാക്കണമെന്നില്ല.
ഇതാ കഴിച്ചോ. See you. സേതു, ഈ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറെയൊക്കെ ഹാപ്പി ആയിക്കൊള്ളാമെന്ന് പ്രോമിസ് ചെയ്തിരുന്നു, മറന്നോ? ഞാൻ എന്താ ചെയ്യേണ്ട വിനു? ആദ്യമായിട്ട് ഈ തയ്യൽ അങ്ങ് നിർത്തണം. എന്നിട്ട് പണ്ടത്തെ പോലെ ഹാപ്പി ആവണം. എനിക്കിനി അങ്ങനെയാകാൻ പറ്റുമോ? എന്തുകൊണ്ടായിക്കൂടാ? പണ്ടൊക്കെ 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 നീനും ഉണ്ടായിരുന്നില്ലേ? വിനു, ഈ പടം ഒന്ന് വരച്ചു തരാമോ? എവിടെ തരൂ. ബോറ്. നമ്മുടെ ഈ ബോറടി തീരില്ലെന്നാ തോന്നുന്നത്. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം കണ്ടെത്തിയേ തീരൂ. സ്നേഹിക്കാനായി നമുക്ക് രണ്ടുപേർക്കും കൂടി ഇപ്പൊ ഈ തയ്യൽ മെഷീൻ മാത്രമേ ഉള്ളൂ. സ്നേഹിക്കാൻ നമുക്ക് ആരെങ്കിലും വേണ്ടേ സേതു? ഇന്ന് ആ ഓർഫനയിലെ അച്ഛൻ എന്നെ കാണാൻ വന്നിരുന്നു. അവിടെ നല്ലൊരു മിടുക്കി കുട്ടിയുണ്ടെന്ന്. സേതുവിന് ഇഷ്ടമായാൽ വേണ്ട വിനു, പ്ലീസ്. എടുത്തു വളർത്താനൊന്നുമല്ല, വെറുതെ ഒന്ന് കാണാൻ. എനിക്കെന്തോ നിർബന്ധം പോലെ. വേണ്ട വിനു, വേണ്ട. ഞാൻ വരില്ല. വിനു പോയിക്കോളൂ. സേതുവും വരണം. ഇത് എന്റെ ഭാര്യ സേതു. അതിപ്പോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, കണ്ടറിയാൻ പാടില്ല. ഇരിക്കെ. വിനോദമായി സംസാരിച്ചപ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ ദൈവം നേരത്തെ അങ്ങ് വിളിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. എന്നോട് അത് ഞാൻ വല്ല ഇഷ്ടമുണ്ടായിരുന്നു, എന്നെ ഇങ്ങനെയിട്ട് കഷ്ടപ്പെടുത്തുമായിരുന്നു. എന്താ വിനോദ്? ഒന്നിനെ എടുക്കുമ്പോ മറ്റൊന്നിനെ ദൈവം തരും എന്നും കരുതിയാ മതി. ഞാൻ കുഞ്ഞിനെ വിളിപ്പിക്കാം. ടിൻഡു മോളെങ്കിൽ പറഞ്ഞു വിടൂ. ടിൻഡു മോളെങ്കിൽ പറഞ്ഞു വിടാൻ. ആ വാ വാ സുന്ദരിക്കുട്ടി, ഇങ്ങ് വാ. എന്തിനാ ഫാദർ വിളിച്ചേ? ആ വാ സുന്ദരിക്കുട്ടി ഒന്ന് കാണാൻ. എന്തിനാ വിളിച്ചേ? പറഞ്ഞല്ലോ ഒന്ന് കാണാനാണെന്ന്.
ശ്ശോ. ശ്ശോടാ. ഇതാരുടെ പേര്? ശ്ശെ. ഞാനത് ശരിക്കും കുത്തിത്തരാം. ആ ടിൻഡു ഇവരെയൊക്കെ അറിയോ? മോളങ്ങോട്ട് ചെല്ല്. എന്താ? മോൾ എന്നെ അറിയൂ? ഇല്ല. മോൾ വരുന്നോ ഞങ്ങളുടെ കൂടെ? മോക്ക് ഇഷ്ടമാണേ പൊയ്ക്കൂ. എവിടെയാ? ഒരു കൊച്ചു വീട്ടിൽ. അവിടെ എന്തൊക്കെയാ ഉള്ളേ? മോക്ക് എന്തൊക്കെയാ വേണ്ടേ? പറയൂ. മടിക്കാതെ പറഞ്ഞോളൂ ടിൻഡു. ബലൂൺ ഉണ്ടോ? ചോപ്പ് ബലൂൺ. ആ ശരി, ചുവപ്പ് ബലൂൺ. ആ പിന്നെ പിന്നെ ബട്ടർഫ്ലൈയുടെ പട. അത് ഇഷ്ടം പോലല്ലേ. വേറെന്താ വേണ്ടേ? വേറെ ഒരു കൊച്ചു പാത്രം. അതെന്തിനാ? മാമാട്ടുകുട്ടിയമ്മയ്ക്ക് കഞ്ഞിണ്ടാക്കി കൊടുക്കാനാ. മാമാട്ടിക്കുട്ടിയമ്മയോ? അതാരാ? അതാരാച്ചോ? കഞ്ഞിണ്ടാക്കി കണ്ണും കെട്ടി 3 പ്രാവശ്യം വിളിക്കണം. എന്നാലേ വരൂ. പക്ഷെ ആരായി മാമാട്ടിക്കുട്ടിയമ്മ? ആരാന്ന് പറ. ഞാനാ. ഓ അത് ശരി. ഇതാരാന്നറിയോ? ആരാന്ന് ചോദിക്കും. ആരാ? ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിക്കും. ഞാനും കൂടെ വരട്ടെ? വിനു വാ പോകാം. സേതു, പോകാമെന്നല്ലേ പറഞ്ഞത്? സോറി ഫാദർ. എന്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നത്? ഇങ്ങനെ കിടന്ന് കരഞ്ഞാൽ മരിച്ചു പോയി നിന്റെ കുഞ്ഞ് തിരിച്ചു വരുമോ? ലാളിച്ച് ലാളിച്ച് ഞാനാ നിന്നെ ചീത്തയാക്കുന്നത്. മനുഷ്യ സ്ത്രീയാണോ നീ? ഒരു പാവം പിഞ്ചു കുഞ്ഞിനോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? നമ്മുടെ കുഞ്ഞിനോട് ആരെങ്കിലും ഇങ്ങനെ പെരുമാറിയിരുന്നെങ്കിൽ നീ അത് സഹിക്കുമോ? ഞാനതിനെ എടുത്തു വളർത്താനെന്ന് നിന്നോട് പറഞ്ഞില്ലല്ലോ. ഒന്ന് കാണാനല്ലേ പറഞ്ഞുള്ളൂ. നിനക്ക് വളർത്തണമെങ്കിൽ വളർത്തണ്ട. പക്ഷേ അച്ഛനും അമ്മയും ഇല്ലാത്തൊരു പിഞ്ചു കുഞ്ഞിനോട് അങ്ങനെയൊന്നും പെരുമാറത്തായിരിക്കും. ആ അച്ഛൻ എന്ത് തോന്നിയിരിക്കും? ആ പിഞ്ചു കുഞ്ഞ് എന്ത് വേദനിച്ചിരിക്കും? എന്തിനാ സേതു ഇങ്ങനെയൊക്കെ? ഞാൻ നിന്നെ എപ്പോഴെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? നിന്നോട് ദേഷ്യത്തിൽ എപ്പോഴെങ്കിലും സംസാരിക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ? നീ എന്താ എന്റെ വേദന മനസ്സിലാക്കാത്തത്? എത്ര കാലമാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ ടെൻഷൻ സഹിക്കാൻ പറ്റുക? നീ എന്താ ഒന്നും സംസാരിക്കാത്തത്? നിനക്ക് നാവില്ലേ? ചോദിച്ചു കേട്ടില്ലേ? നിനക്ക് നാവില്ലേ എന്ന്? നീനു മരിച്ച് 4 വർഷമായി നീ എന്നെ ഇട്ട് നരയിപ്പിക്കുക, എന്നെയും കൊല്ലുക. നിന്റെ ഈ നശിച്ച തയ്യൽ. വിനു, എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? വിനുവിന് ഇത്രമാത്രം കൊള്ളാൻ എന്തുണ്ടായി? വരുന്നില്ല വരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ? എന്റെ നീനുവിന്റെ സ്വരവും മുഖവും മറക്കാൻ എനിക്ക് കഴിയില്ല. എനിക്ക് മനസ്സില്ല വിനു. എനിക്കറിയാം വിനുവിന് എന്നെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന്. വിനുവിന്റെ ഒരു കുഞ്ഞിന്റെ അമ്മയാകാൻ കഴിയാത്ത എന്നെ
മിനുവിനെ എങ്ങനെ സ്നേഹിക്കാനാവും? മിനുവിന് എന്നെ വെറുപ്പാണെങ്കിൽ, വേറെ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ മിനു പ്ലീസ് എന്നെ ഉപേക്ഷിച്ച് വേറൊരുത്തിയെ. കേടായിന്നാ തോന്നണേ.
ഒരു സ്ക്രൂ എങ്ങാണ്ട് പോയി, കാണുന്നില്ല. സാരമില്ല, ഫോൺ ചെയ്ത് റിപ്പയർ ചെയ്യാൻ ആളെ വരുത്താം. അല്ലെങ്കിൽ വേറെ ഒന്ന് മേടിക്കാം. ദേ വരച്ചിട്ടുണ്ട്, മതിയൊന്ന് നോക്ക്. ഐ എം സോറി സേതു. നമുക്ക് ആരും വേണ്ട. എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രം മതി, ജീവിതാവസാനം വരെ. കുട്ടി എന്നെ അറിയുവോ? ഇന്നലെ എന്നോട് ചോദിച്ചില്ലേ എന്റെ കൂടെ വരട്ടെ എന്ന്. വരുന്നോ? എവിടെയാ? എന്റെ വീട്ടില്. ഫാദർ ഇല്ല, ഫാദറിനോട് ചോദിക്കണം. എങ്കിൽ നമുക്ക് പുറത്തൊക്കെ ചുറ്റാൻ പോയിട്ട് വൈകിട്ട് തിരിച്ചു വരാം. ചുവപ്പ് ബലൂണും ബട്ടർഫ്ലൈയുടെ പടവും കൊച്ചു പാത്രവും ഒക്കെ വാങ്ങണ്ടേ? തിരിച്ചു കൊണ്ടുവിടുമ്പോ? ആ, എന്നാ തിണ്ട് വരാം. ഹായ്. മതിയോ? ഇനി വേണോ? വേണേ പറ, നമുക്ക് ഇനിയും വരാം ഇവിടെ. വാ, ഞാൻ കഴിച്ചുതരാം. വാ. ഹലോ, ആരെ വേണം? മാമാട്ടുകുട്ടിയമ്മേ, കഞ്ഞി കുടിക്കാൻ വാ. മാമാട്ടുകുട്ടിയമ്മേ, കഞ്ഞി കുടിക്കാൻ വാ. മാമാട്ടുകുട്ടിയമ്മേ, കഞ്ഞി കുടിക്കാൻ വാ. നാനാത്തെ കുട്ടണോ അമ്മ? എനിക്ക് അഞ്ഞ അമ്മ.
നഴ്സറിന്ന് വന്നിട്ട് നമ്മൾ ഇന്ന് എവിടെയാ പോന്ന സേതു? ഇന്നോ? ഇന്ന് ടിന്റുമോക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത്. എവിടെ? എവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം? ശംഷി ആശാന്റെ വീട്ടിലോ? അല്ല. ആ എനിക്കറിയാ, സിലിമയ്ക്ക്. ആ ഇപ്പൊ ബസ് വരാൻ നേരമായി. ഇത് മാറ്റ്, യൂണിഫോം ഇടാം. വേണ്ട, കുളിമോളി പോയി മാറ്റാം. എന്താ ഇവിടെ വെച്ച് മാറ്റിയാൽ? നാണം. അയ്യടി പിന്നെ. അച്ഛൻ ഞങ്ങളെ മറന്നില്ലല്ലേ? വിനു 4-5 പ്രാവശ്യം അച്ഛനെ കാണാൻ അവിടെ വന്നിരുന്നു. അച്ഛൻ നാട്ടിൽ പോയിരുന്നു. ആ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വിനോദ് എവിടെ? ഇവിടെ ഇല്ല, കൊട്ടിയത്ത് പോയിരിക്കുക. രാത്രിയിലേ വരൂ. എന്താ അച്ഛോ? ഒന്നുമില്ല. ഫാദർ ഇങ്ങോട്ട് പറഞ്ഞേ, ഒരു കാര്യം കാണിച്ചു തരാം. അച്ഛനിരിക്കും. ഇതാരാന്നറിയാമോ? പിന്നെ ഓർഫനേജിൽ എന്നും ജെസിയും തിയോഡോറും അൽഫോൻസും ഒക്കെ കഞ്ഞി ഉണ്ടാക്കി വെച്ച് വിളിക്കുക. എന്താ മാമാട്ടുകുട്ടിയമ്മ വരാത്തെ? എന്താ ടിൻഡു വരാത്തെ? ടിൻഡു വാ, മുടി ചെയ്യട്ടെ. സ്കൂളിൽ പോകാൻ മുടി കെട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് എടുത്തു വെച്ച് ഓടിയത്. ബസ് വരാൻ നേരമായി. എന്ത് ചെയ്യാ ഫാദർ? എല്ലാരും മോളെ അന്വേഷിക്കുക. ഫാദർ, ഫാദർ ഇതൊക്കെ കണ്ടോ? എന്റെ പെട്ടിയാ. ഇത് കണ്ടു, ഇത് കണ്ടു. ഇത് മാമാട്ടുകുട്ടിയമ്മ. ഇത് ഫാദർ തന്ന ഉടുപ്പ്. ഇതെല്ലാം എന്റെയാ, എല്ലാം എന്റെയാ. വാ മോളെ, ബസ് ഇപ്പൊ എത്തും. അച്ഛനോട് പറഞ്ഞിട്ടോ? പോയിട്ട് വരട്ടെ. ആ നിക്കേ. ഹായ്, താങ്ക് യു. നാളെ വരാം. വിനോദിനെ ഒന്ന് കാണണം. കാപ്പി കുടിക്കുന്നില്ല അച്ഛോ? നാളെ വരുമ്പോഴാകട്ടെ. അച്ഛോ, ടിൻഡു എന്ന ഓർഫനേജിലെ കുട്ടികളെ അന്വേഷിച്ചില്ലേ? അതെ. അച്ഛൻ എന്ത് തോന്നി? അവളിപ്പം ഇവിടുത്തെ കുട്ടിയെ പോലല്ലേ? അവളെ കൂടാതെ എനിക്കും വിനുവിനും പ്രയാസമാ ഫാദർ. അതുപോലെ തന്നെ അവൾക്കും. പക്ഷേ വളർന്നു വരുമ്പോൾ ഓർഫനേജിൽ വളർന്ന ഒരു കുട്ടിയാണെന്ന ചിന്ത അവൾക്കുണ്ടാകരുത് ഫാദർ. കഴിഞ്ഞതെല്ലാം അവൾ മറക്കണമെങ്കിൽ
ടിൻഡുവിനോട് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് പറയാണെന്ന് കരുതി എനിക്ക് മാപ്പ് തരണം. ഫാദർ, ഇനി ഇവിടെ വരരുത്. ടാറ്റാ ടാറ്റാ. Mr. Vinod, അതെ. my name is Alex. ഹലോ. How are you? ഫൈൻ. See, I'm a married man. ഞങ്ങൾക്ക് കുട്ടികളില്ല. അപ്പം എടുത്തു വളർത്താൻ വേണ്ടി കുറെ കാലം മുമ്പ് ഞങ്ങളുടെ കുട്ടിയെ കണ്ടുവച്ചിരുന്നു. മേരി മാതാ ഓർഫനയിൽ നിന്ന് ടിൻഡുവിനെ. ഒരു കറക്കമെല്ലാം കറങ്ങി വന്നപ്പോഴേക്കും കുട്ടിയെ നിങ്ങൾ കൊണ്ടുപോയെന്നറിഞ്ഞു. നത്തിങ് ഇൻ ഇറ്റ്, ബട്ട് എൻ്റെ വൈഫ് ഒരുപാട് മോഹിച്ചു പോയതാണ്. എത്ര കോമ്പൻസേഷൻ വേണേലും ഞാൻ തരാം, വാട്ട് എവർ ഇറ്റ് മേ ബി. കുട്ടിയെ ഞങ്ങൾക്ക് തന്നേക്കും. ഹലോ. വിനു, ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാ. ആ, എവിടെ? ടിൻഡുവിന് നഴ്സറിയില് ഒരു ഫാൻസി ഡ്രസ് ഉണ്ട്. കുറെ സാധനങ്ങൾ വാങ്ങണം. വിനു വരുന്നോ? ആ, ഞാനില്ല, നിങ്ങൾ പോയിക്കോളൂ. ദേ, ടിൻഡുവിന് നഴ്സറിയിലെ പാട്ട് വിനുവിനെ ഒന്ന് കേൾപ്പിക്കണമെന്ന്. ആ, കൊടുക്കും. പാടിക്കോ പാടിക്കോ. Are you sleeping? Are you sleeping? Brother John, Brother John, morning bells are ringing. Morning bells are ringing. Ding dong bell. ആ, മിടുക്കി. മോക്ക് നല്ലൊരു സമ്മാനം മേടിച്ചു തരാൻ സേതുവിനോട് ഞാൻ പറഞ്ഞെന്ന് പറ കേട്ടോ. ആ, വെക്കട്ടെ. വെച്ചോളാ പറഞ്ഞു. അപ്പോ മിസ്റ്റർ അലക്സ് എന്താ പറഞ്ഞത്? We want that child back. ജീവിതത്തിൽ ഇത്രയും അമർഷം തോന്നിയിട്ടുള്ള ഒരു നിമിഷം വേറെ എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അലക്സിന് എന്റെ മറുപടി മനസ്സിലാവും. യെസ്, ഓക്കെ, എനിക്ക് മനസ്സിലാവും. പോട്ടെ. അയ്യോ, ചിന്തിച്ചത് വേണ്ട, ചിന്തിച്ചത് വേണ്ട. ശരി ശരി, അത് വേണ്ട. നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം. വേണ്ട. ഉം. ടിൻറ്റു, ഇത് നോക്ക്. അയ്യേ,
ഇത് മതിയോ? ദേ, ദേ, ചിന്റുവിന് അത് മതി. ദേ, അത് മതി. അത് മതി. അത് വേണ്ട മോളെ, നമുക്കത് വേണ്ട, അത് കൊള്ളില്ല. ചിന്റുവിന് അത് വേണം. എന്റെ പൊന്നു മോളല്ലേ, അമ്മ പറയുന്നത് കേക്ക്. നമുക്ക് വേറെ ഒരുപാട് വാങ്ങിക്കാം. ചിന്റുവിന് അത് വേണം. പറഞ്ഞ കേക്കില്ലല്ലേ? അത് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ചിന്റുവിന് അത് മതി. വില കുറവാ. കൊണ്ടുപോകുന്നുണ്ടോ? വേണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക് എന്താ ഇത്ര നിർബന്ധം? ടിൻഡു ഇത് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്കത് വേണം. പറഞ്ഞ കേക്കില്ലല്ലേ? ആ, ഇവിടെ ഒന്നും വാങ്ങണ്ട. എന്താ ടിൻഡു ഇവിടെ നിൽക്കുന്നത്? സേതു എവിടെ? ചിന്തു പോവാ. എവിടെ ചിന്തു പോവാ. എവിടെ? ചിന്തു പോവാ. ആ മോള് വാ. എന്തായത്? മോളെ സേതു വഴക്ക് പറഞ്ഞോ? ചിന്തു ഫാദറിന്റെ അടുത്ത് പോവാ. അയ്യോ മോള് പോണ്ട. ചിന്തു ഫാദറിന്റെ അടുത്ത് പോവാ. എന്തിനാ മോള്? തല്ലി. ആര്? സേതു. ആ, നമുക്ക് സേതുവിനോട് ചോദിക്കാം. വാ, ആ. ആ, അത് കൊള്ളാമല്ലോ. വേണ്ട, 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 വേണ്ട. നമുക്ക് സേതു. ആ, സേതു ടിന്നുവിനെ തല്ലിയോ? എന്തിനാ? നഴ്സറി പാട്ട് പാടിയപ്പോ ബിനുവല്ലേ സമ്മാനം വാങ്ങി കൊടുക്കാൻ പറഞ്ഞത്? അവൾക്ക് ഞാൻ എന്ത് വേണമെങ്കിലും വാങ്ങിച്ച് കൊടുക്കില്ലേ ബിനു? ഞാൻ എന്തൊക്കെ കാണിച്ചു കൊടുത്തെന്നോ? എന്നിട്ട് അവൾ എന്താ ചോദിച്ചെന്ന് അറിയാമോ ബിനു? വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും അവൾ എന്റെ നീനുവിനെ കൊന്ന ഞാൻ എങ്ങനെ സഹിക്കുന്നത് ബിനു? അവളത് വാങ്ങണമെന്ന് പറഞ്ഞു ബിനു. ഇവൾക്കും എന്തെങ്കിലും സംഭവിച്ചാൽ ബിനുവിനെ ശല്യപ്പെടുത്താൻ മാത്രമായി ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. കണ്ടോ ടിൻഡു, സേതു കരയുന്ന കണ്ടോ? മോള് കാരണമല്ലേ? എനിക്ക് പപ്പാജി പറയട്ടെ, മോൾ ഇന്ന് വാങ്ങണമെന്ന് പറഞ്ഞത് ഒരു പാവയല്ലേ? ഒരു പാവയല്ലേ? അത് നമുക്ക് വേണ്ട മോളെ. മോള് കുറെ കൂടെ വലുതായി കഴിയുമ്പോ പപ്പാജി അതൊക്കെ പറഞ്ഞില്ല. മോളെ തല്ലിയത് സാരമില്ല. സേതു പാവം മോളെ അമ്മയല്ലേ? അമ്മ തല്ലിയാലെന്താ? മോള് പോയി അമ്മ കരയണ്ടെന്ന് പറ. മോള് പറഞ്ഞാ അമ്മ കരയില്ല. ചെല്ല, നല്ല കുട്ടി, ചെല്ല. സേതു, അമ്മേ. മോളെ
വിനു, അവളെന്നെ അമ്മയെന്ന് വിളിച്ചു. വിനു, അവളെന്നെ അമ്മയെന്ന് വിളിച്ചു. പറഞ്ഞു കേട്ടില്ലേ വിനു? സ്റ്റോപ്പ് ഇറ്റ്, ബോറ്. അന്നേ 4 വർഷം ഈ പണി ചെയ്ത് നീ എന്നെ ഓർമ്മിപ്പിച്ചില്ലേ? സ്വയം ഈ പോർഷന് പണി തീർത്തിട്ട് ജോലിക്കാരെ എത്താൻ മതി. ഞാൻ ഉടനെ പോവുക. ഇന്ന് മോളുടെ ഒരു ഫാൻസി ഡ്രസ്സും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ഒരു പേപ്പർ ടൈപ്പ് ചെയ്തോണ്ടിരിക്കുക, അതൊന്ന് ഒപ്പിട്ടു പോയാൽ. എന്നെ വേഗം കൊണ്ടുവരും. താങ്ക് യു. എക്സ്ക്യൂസ് മീ. ഐ ആം എക്സ്ട്രീംലി സോറി വിനോദ്. ഞാൻ വന്നത് വീണ്ടും ആ പഴയ കാര്യത്തിന് തന്നെയാണ്. ഏത് കാര്യം? ടിൻഡുവിന്റെ കാര്യം. മിസ്റ്റർ അലക്സ്, അന്നേ ഞാനതിന് മറുപടി പറഞ്ഞതാണ്. മാത്രമല്ല ഇന്ന് ഞാൻ വളരെ ബിസിയാണ്. ഈ സമയത്ത് നിങ്ങളൊരു ശല്യം ഐ നോ, ബട്ട് എനിക്ക് ആ കുട്ടിയെ കിട്ടിയേ തീരും. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ടിൻഡു എൻ്റെ വൈഫിന്റെ കുട്ടിയാണ്. മനസ്സിലായില്ല. അതായത് നിങ്ങളുടെ കുട്ടിയാണെന്നോ? അല്ല വിനോദ്, അല്ല. എൻ്റെ വൈഫ് മേഴ്സിയുടെ കുട്ടി. മേഴ്സിക്ക് കല്യാണത്തിന് മുമ്പുണ്ടായിരുന്ന ഒരു അഫയർ ഉണ്ടായ കുട്ടിയാണ്. ഫാദർ ജോസഫ് സെബാസ്റ്റ്യന്റെ സംരക്ഷണയിലായിരുന്നു. ഐ വാണ്ട് ദ ചൈൽഡ് ബാക്ക്. നോ വിനോദ്, യു ജസ്റ്റ് ഹിയർ മീ. നോ വിനോദ്, പ്ലീസ്. ഓക്കെ ഓക്കെ, ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. See you. See you. മാനേജർ അച്ഛൻ ഇവിടെ ഇല്ലേ? ഞാനാണ് മാനേജർ അച്ഛൻ. സോറി, ഐ മീൻ ഫാദർ ജോസഫ് സെബാസ്റ്റ്യൻ. ഫാദർ ജോസഫ് സെബാസ്റ്റ്യൻ? യെസ്. I am very sorry. He is no more. ഇരിക്കൂ. രണ്ടാഴ്ച മുമ്പ് അച്ഛൻ ലീവ് എടുത്ത് നാട്ടിലേക്ക് പോയി. അവിടെ വെച്ച് പെട്ടെന്നായിരുന്നു മരണം. ഹാർട്ട് അറ്റാക്ക്. നിങ്ങൾ പ്രത്യേകിച്ച് അറിയാൻ എന്തെങ്കിലും കാര്യമുണ്ടോ? ഒന്നുമില്ല. ഇപ്പോഴെത്ര ദിവസമായി? കഴിഞ്ഞതിന് മുമ്പലത്തെ തിങ്കളാഴ്ചയായിരുന്നു. കുറവിലങ്ങാടല്ലേ നാട്? അതെ. അവിടെ അച്ഛൻ ആരൊക്കെയുണ്ട്? ഇല്ല, ആരുമില്ല. ഈ ലോകത്തിൽ അച്ഛൻ ആരുമില്ല. ഒരു ചെറിയ വീട് മാത്രമുണ്ട്. അതിപ്പോ ഒഴിഞ്ഞു കിടക്കുന്നു. നിങ്ങളെ എനിക്ക് മനസ്സിലായില്ലല്ലോ. എനിക്ക് ഫാദർ ജോസഫ് സെബാസ്റ്റ്യൻ പരിചയമുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വഴി വന്നപ്പോ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. ഞാൻ വരട്ടെ? തോമാച്ചുണ്ടാകും. ഗുഡ് ഈവനിങ് തോമാച്ച. ഓ, എന്തെങ്കിലും കേസ് കാണുമല്ലോ, അല്ലെങ്കിൽ ഈ വഴി ഓർക്കില്ലല്ലോ സാർ. കേസുണ്ട്, പറയാം. ആദ്യം കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം വേണം. ഒന്ന് ഫോൺ ചെയ്തോട്ടെ? വിനോദ് എവിടെയാ? ഞാൻ എത്ര പ്രാവശ്യം ഫോൺ ചെയ്തു. ആ പോണ്ട സമയമായി. ഇനി അവിടെ ചെന്നിട്ട് വേണം ടിന്റെ ഒരു മേക്കപ്പ് ഒക്കെ ഇടാൻ. സേതു, എനിക്കൊരു എമർജൻസി എൻഗേജ്മെന്റ്. നിങ്ങളൊരു ടാക്സിയിൽ പൊയ്ക്കോളൂ. ഞാൻ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് വന്നോളാം. എന്താ ഇത്ര ഇമ്പോർട്ടന്റ്? പണിസ്ഥലത്ത് ഒരാൾ സ്റ്റേ വാങ്ങിയിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ വന്നിട്ട് പറയാം. ആരാ സ്റ്റേ വാങ്ങിയിരിക്കുന്നേ? ഓ, അത് വെറുതെ പറഞ്ഞതാ. കേസ് അതല്ല. പിന്നെ
ഞങ്ങളുടെ ടിൻഡുവിന് ഒരു അവകാശം ഉണ്ടായിരിക്കുന്നു. ആര്? ഒരു അലക്സ്. അയാൾ പറയുന്നു അയാളുടെ ഭാര്യയ്ക്ക് കല്യാണത്തിന് മുമ്പ് ഒരു അഫയറിലുണ്ടായ കുട്ടിയാണ് ടിൻഡു എന്ന്. അവളെ മേരി മാത ഓർഫനേജിൽ ഏൽപ്പിച്ചിരിക്കായിരുന്നു പോലും. ഇപ്പോഴയാൾ കുട്ടിയെ ആവശ്യപ്പെടുന്നു. ആ ഓർഫനേജിൽ അച്ഛൻ എന്ത് പറഞ്ഞു? അച്ഛൻ 10 ദിവസം മുമ്പ് നാട്ടിൽ വെച്ച് മരിച്ചുപോയി. വിനോദ് അലക്സിനോട് എന്ത് പറഞ്ഞു? എന്ത് പറയണം? തരുകില്ല എന്നങ്ങോട്ട് പറയണം. ബട്ട് സീ തോമാച്ച, അതിലെന്തോ സത്യമുണ്ടെന്ന് എനിക്ക് തോന്നൽ. എന്തോന്ന് സത്യം? സത്യത്തിന് ബലം കൊടുക്കാൻ ഊന്ന് വേണം, ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, സാക്ഷി വേണം, കുഞ്ഞും തള്ളി ഇത് തന്നെയാണെന്ന് തെളിവ് വേണം. ഓർഫനേജിൽ വളർന്ന കുഞ്ഞിന് ഇതൊക്കെ എവിടുന്നാ? തരുകില്ല എന്നങ്ങ് പറഞ്ഞേക്കണം. ഒന്നാമത് ഇതൊക്കെ രഹസ്യമായിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സേതു ഒരിക്കലും അറിയരുതെന്നുണ്ട്. പ്രശ്നം പരിഹരിക്കുകയും വേണം. തരുകില്ല എന്ന് പറഞ്ഞേക്കണം. കേസ് കൊടുത്താൽ എന്ത് ചെയ്യും? ആരെ? അവരോ? അപ്പോൾ കോടതി പറയും കൊടുക്കണ്ട. ഇന്നത് പോണം, എനിക്ക് ഒരു പണിയുണ്ട്. പോണം. തോമാച്ചൻ ഇവിടെ തന്നെ ഉണ്ടാവില്ലോ? ആ കാണാം. ടൂറൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ശരി, വരട്ടെ. എക്സ്ക്യൂസ് മീ. ഹലോ അലക്സ്, വരൂ, ഇരിക്കൂ. ഹൗ ആർ യു? ഫൈൻ. കുടിക്കാൻ എന്തെങ്കിലും പറയട്ടെ? ടീ, കോഫി, കൂൾ ഡ്രിങ്ക്സ് എന്തെങ്കിലും? നോ പ്ലീസ്, താങ്ക്സ്. വളരെ സ്പീഡി വർക്കാണല്ലോ. അതെ. അടുത്ത മാസം ഉദ്ഘാടനം വെച്ചിരിക്കുകയാണെന്ന് അറിഞ്ഞു. അതിനു മുമ്പ് തീർക്കണം. വിനോദ് കരുതുന്നുണ്ടാവും വീണ്ടും ഞാൻ വന്നത് കുഞ്ഞിനെ ചോദിക്കാനാണെന്ന്. അല്ല, കുഞ്ഞിനെ ചോദിച്ചാൽ വിനോദ് തരില്ല എന്ന് പറയുന്നത് എനിക്കറിയാം. പക്ഷേ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താ? എൻ്റെ വൈഫ് ഈ നാട്ടിലുണ്ട്. വിനോദ് വന്ന് ഒന്ന് കാണണം. അതുകൊണ്ട് എന്താ പ്രയോജനം അലക്സ്? പ്രയോജനമുണ്ട്. വിനോദ് വന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ബട്ട് സീ, ഐ ഡോണ്ട്. പ്ലീസ്, ഞാൻ 2-3 പ്രാവശ്യം വന്നില്ലേ, എന്നോട് അല്പം ദയ കാണിക്കൂ. ഇത് ഒരു അപേക്ഷയാണ്. വണ്ടിയുണ്ട്, നമുക്ക് പോയിട്ട് 10 മിനിറ്റ് വരാം. നോ, എനിക്കിപ്പോഴൊന്നും ഇവിടുന്ന് ഫ്രീ ആകാൻ ഓക്കെ, എപ്പോ ഫ്രീ ആവും? അതുമായിട്ട് 6 മണിയൊക്കെ ആവും. ഓക്കെ, ഞാൻ താഴെ വെയിറ്റ് ചെയ്യാം. ബട്ട് സീ, പ്ലീസ് പ്ലീസ് വിനോദ്, ഐ വിൽ വെയിറ്റ് ദേർ, പ്ലീസ്. Alex.
സോറി. നമുക്ക് വേണ്ടി പോ. ശരി. വരും. വിനോദ് ബോംബെയിൽ വന്നിട്ടുണ്ടോ? പണ്ടെപ്പോഴോ. ഞാൻ കുറെ അധികം വർഷങ്ങളായി ബോംബെയിലാണ്. വിനോദിനെ പോലെ അവിടെ ഞാനും ഒരു എഞ്ചിനീയറാണ്. പക്ഷേ നമ്മൾ വളർന്ന സാഹചര്യം തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. എന്റെ അപ്പനും അമ്മയൊക്കെ കൊച്ചിലെ മരിച്ചു. എനിക്ക് ബ്രദേഴ്സും സിസ്റ്റേഴ്സും ആരുമില്ല. ഈവൻ ഫ്രണ്ട്സ് പോലും. ബോംബെയിൽ ഉണ്ടായിരുന്ന ഒരു ആന്റി ആയിരുന്നു എന്റെ എല്ലാം. യുനോ, ഷി വാസ് വെരി റിച്ച്. പഠിക്കുന്ന കാലത്ത് ഫസ്റ്റ് ക്ലാസ്, ഫസ്റ്റ് റാങ്ക്, ഡിസ്റ്റിങ്ഷൻ, ഗോൾഡ് മെഡൽ, അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ. ആന്റി എന്നെ റിസർച്ചിന് വേണ്ടി കാലിഫോർണിയയിൽ വിട്ടു. അത് കഴിഞ്ഞ് വന്ന് ഞാൻ സ്ഥിരമായി ബോംബെയിലാണ്. 2 വർഷം മുമ്പ് ആന്റി മരിച്ചു. പിന്നെ എനിക്ക് ലോകത്തിൽ ആകെപ്പാടെ ഉള്ളത് എന്റെ മേഴ്സിയാണ്, മൈ വൈഫ്. കേരളത്തിൽ കൂടി വണ്ടി ഓടിക്കാൻ പോലും എനിക്ക് പേടിയാണ്. അത്രയ്ക്ക് അപരിചിതമാണ് കേരളം എനിക്കിപ്പോൾ. പിന്നെ വളരെ നാളുകൾ കൂടി ഇവിടെ വന്നപ്പോ ഈ നാടിനോട് വല്ലാത്തൊരു സ്നേഹം തോന്നി. സോറി, വിനോദിന് ബോറടിക്കുന്നല്ലേ? ആ, ലേശം. ഓ, താങ്ക് യു. തുറന്നു പറഞ്ഞതിനർത്ഥം യു ഹാവ് ബിക്കം മൈ ഫ്രണ്ട് എന്നാണ്. ഞാൻ നിർത്തിയേക്കാം. മിസ്റ്റർ അലക്സ്, ഇവിടെ യെസ്, come on. അങ്ങേയറ്റത്തെ മുറിയിലാണ് എന്റെ വൈഫിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഗുഡ് മോർണിംഗ്. വരൂ. മെഴ്സി, ഇതാ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിരിക്കുന്നു. അറിയാമെന്ന് നോക്കി. വിനോദ് എന്റെ ഫ്രണ്ടാണ്. മെഴ്സി കണ്ടിട്ടുണ്ടോ? മെഴ്സിയെ കാണാൻ വന്നതാ. ഇന്ന് ഡോക്ടർ വന്നിരുന്നോ? മരുന്നൊക്കെ കഴിച്ചോ? എന്താ ഈ ഓറഞ്ച് ജ്യൂസ് കുടിക്കാത്തത്? കുടിച്ചേ. I am extremely sorry, Vinod. See, I never expect this. എന്താ മെഴ്സി കാണിച്ചത്? എന്റെ കുഞ്ഞിന് തരാൻ. അതാണോ കാര്യം? സിസ്റ്റർ, മെഴ്സിയുടെ കുട്ടിയെ കൊണ്ടുവരും. മെഴ്സി, ഇതാ കുട്ടി. മെഴ്സി, no. എന്താ കളിക്കുന്നത്? മെഴ്സി, 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 stop it. മെഴ്സി, മെഴ്സി, stop it. മെഴ്സി, no. Sister, Mercy, get up, get up. Relax, relax, Mercy. Come on, sit down.
മെഴ്സിയെ ഞാൻ കല്യാണം കഴിക്കുന്നത് 6-7 മാസം മുമ്പാണ്. ആദ്യമൊക്കെ അവൾ വളരെ ഡല്ലും ഷൈവായിരുന്നു. ഞാനതത്ര കാര്യമാക്കില്ല. ഞാൻ അവളെ സ്നേഹിച്ചു. പിന്നെ കുറെ കാലം ഞങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു. പെട്ടെന്നൊരു ദിവസം അവൾ എന്നോട് പറഞ്ഞു അവൾക്കൊരു കുട്ടിയുണ്ടെന്നും ആ കുഞ്ഞിനെ ഒരു ഓർഫനയിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിനെ ലീഗലായി വീണ്ടെടുക്കാൻ വേണ്ടി മാത്രമാണ് എന്നെ കല്യാണം കഴിച്ചത്. വിനോദ്, ഏത് മനുഷ്യനാണ് സഹിക്കാൻ പറ്റുക? ഞാൻ അവളെ ഉപേക്ഷിച്ചു. എയർപോർട്ടിൽ വെച്ച് ഞാൻ അവൾക്ക് ലാസ്റ്റ് ഗുഡ് ബൈയും പറഞ്ഞു. പിന്നെ ഒരു നിമിഷം പോലും ഞാൻ മേഴ്സിയെ പറ്റി ഓർത്തിട്ടില്ല. അത് കഴിഞ്ഞ് 40-ാം ദിവസം എനിക്ക് ടെലിഗ്രാം കിട്ടി. മേഴ്സിയെ ഒരു ഭ്രാന്താശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. സി, ഇറ്റ് ഈസ് സ്റ്റിൽ വിത്ത് മീ. എനിക്കെന്തോ വിഷമം തോന്നി. ഞാൻ എന്തോ തെറ്റിയതുപോലെ. എനിക്ക് വരാതിരിക്കാൻ കഴിഞ്ഞില്ല വിനോദ്. ഞാൻ വന്നു. അപ്പോഴാണ് ഞാൻ മേഴ്സിയെ പറ്റിയുള്ള കഥ അറിയുന്നത്. പറയാം. അതിനു മുമ്പ് നമുക്കെല്ലാം കഴിക്കാം. എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. മെഴ്സിയും പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്നു. ഫസ്റ്റ് MBBS പഠിക്കുമ്പോഴാണ് അവൾക്ക് ആ ബന്ധം ഉണ്ടായത്. 4th ഇയറിന് പഠിക്കുന്ന ഒരു രാജു മൈക്കിളോ ആയിട്ട്. മെഴ്സിയെ ദുഃഖിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു ബന്ധം ഉണ്ടായി കൊടുത്തിട്ട് അയാൾ മരിച്ചു. ലുക്കേമിയായിരുന്നു. പിന്നെ പഠിത്തം നിർത്തി അവൾ തിരിച്ചു പോന്നു. അവളുടെ അപ്പനും അമ്മയും ആ കുഞ്ഞിനെ മേരി മാതയിൽ ഏൽപ്പിച്ചു. അവിടെ അവൾ വളർന്നു. ടിൻറ്റു. 3 വർഷക്കാലം 3 നേരവും മേഴ്സി അവിടെ പോകുമായിരുന്നു. അകലെ ഇരുന്ന് അവളുടെ കുഞ്ഞിനെ കാണാൻ. മേഴ്സിയുടെ അപ്പനും അമ്മയും കാല് പിടിച്ച് അപേക്ഷിച്ചപ്പോൾ അച്ഛനാണ് അവളെ ഒരു കല്യാണത്തിന് നിർബന്ധിച്ചത്. മേഴ്സി, നീ ഏതായാലും ഒരു തെറ്റ് ചെയ്തു. ഇനി ആ തെറ്റിൽ തന്നെ അള്ളിപ്പിടിച്ചിടത്ത് എന്ത് നേടാനാണ്? മോൾ ഇവിടെ വളർന്നോളും. നീ ഈ വിവാഹത്തിന് സമ്മതിക്ക്. നോ ഫാദർ, പ്ലീസ്. നീ അനുഗ്രഹിക്കപ്പെട്ടവളാണെങ്കിൽ നിനക്ക് കിട്ടുന്ന ഭർത്താവ് ഒരുപക്ഷെ നിന്റെ കുഞ്ഞിനെ വീണ്ടെടുത്ത് തരും. അങ്ങനെ ഒരുതരം ബ്രെയിൻ വാഷിംഗ് ആയിരുന്നു അത്. ആ മോഹത്തിൽ, ആ പ്രതീക്ഷയിൽ മെഴ്സി എന്റെ ഭാര്യയായി. എന്നോടൊപ്പം മെസ്സി ബോംബെയിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം. മെസ്സിയുടെ അപ്പനും അമ്മ അച്ഛനെ കണ്ടു. കുഞ്ഞ് ഓർഫനയിൽ വളരുകയാണെങ്കിൽ മെസ്സി നാട്ടിൽ വരുമ്പോൾ കുഞ്ഞിനെ കാണാൻ വരികയും കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന കരുതി അവർ അച്ഛനെ നിരന്തരം ശല്യപ്പെടുത്തി. കുഞ്ഞിനെത്താന്ന് പറഞ്ഞു. കൊടുക്കാൻ അച്ഛന് ഇഷ്ടമില്ലായിരുന്നു. കുഞ്ഞിനെ കൊണ്ടുപോയി കൊന്നുകളയുമെന്ന് ഒരു അച്ഛൻ ഭയന്നു. എന്ത് ചെയ്യുമെന്ന് അറിയാതെ അച്ഛൻ ഇരിക്കുമ്പോഴാണ് കൈനിറയെ ചോക്ലേറ്റും 4000 രൂപ സംഭാവനയുമായി വിനോദ് അവിടെ ചെല്ലുന്നു. പക്ഷെ അലക്സ് ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? ഫാദറാണ് ഇതെന്നോട് പറഞ്ഞത്. ബട്ട് ഹീസ് നോ മോർ. യെസ്. എന്നോട് ഒരുപാട് മാപ്പ് പറഞ്ഞിട്ട് മെസ്സിയോടും ടിൻറ്റുവിനോടും വിനോദിനോടും സേതുലക്ഷ്മിയോടും മാപ്പ് പറയണേത് അപേക്ഷിച്ചിട്ട് എന്റെ ഈ കയ്യിൽ കിടന്നാണ് ഫാദർ മരിച്ചത്. Come on, yeah. We'll play the bloody pill and go somewhere.
ഞാൻ ഉപേക്ഷിച്ചു കഴിഞ്ഞിട്ടും അവൾക്ക് വലിയ സങ്കടമൊന്നുമില്ലായിരുന്നു. അവൾ വന്നത് തന്നെ അവളുടെ കുഞ്ഞുണ്ടല്ലോ എന്ന ആശ്വാസത്തോടെയാണ്. ഓർഫനേജിലെ ഓരോ മുഖങ്ങളും അവൾ മാറി മാറി നോക്കി. ടിൻഡു മാത്രമില്ലായിരുന്നു. ടിൻഡു വിനോദിന്റെയും സേതുവിന്റേതുമായി കഴിഞ്ഞിരുന്നു. സഭയുടെ വിശ്വാസം നാം ഒന്നുചേർന്ന് പ്രഖ്യാപിച്ചു. ഈ വിശ്വാസത്തിൽ ജോസഫിനെ ജ്ഞാനസ്നാനപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ഏതോ കുട്ടിയെ മാമോദീസ മുക്കുമായിരുന്ന അച്ഛൻ. അവിടെ സ്വന്തം കുട്ടിയെ ചോദിച്ചുകൊണ്ട് മേഴ്സി എത്തി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്നെ ഞാൻ ജ്ഞാനസ്നാനപ്പെടുത്തുന്നു. അവൾ തിരിച്ചു വരുമെന്ന് അച്ഛൻ പ്രതീക്ഷിച്ചാലായിരിക്കും. തകർന്നുപോയി അച്ഛൻ. ഭർത്താവും കുഞ്ഞും നഷ്ടപ്പെട്ട മെസ്സിയുടെ സമനില തെറ്റുമെന്ന് മനസ്സിലാക്കിയ അച്ഛൻ പരിവേശപ്പെട്ടു വന്നു നിങ്ങളുടെ വീട്ടിൽ. പക്ഷേ സേതുലക്ഷ്മിയിൽ നിന്ന് ടിൻഡുവിനെ വേർപെടുത്താനാകില്ലെന്ന് മനസ്സിലാക്കിയ അച്ഛൻ തകർന്ന മനസ്സുമായി തിരികെ പോന്നു. ആ നല്ല മനുഷ്യൻ എല്ലാ ദുഃഖവും ഉള്ളൊതുക്കി മരണവും കാത്തു കിടന്നപ്പം ഞാനെത്തി. ഇന്ന് എന്റെ കയ്യിൽ ടിൻഡുവിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല, തെളിവുകളില്ല, സാക്ഷിയുമില്ല. കുഞ്ഞിനെ നിങ്ങൾ തരില്ലെന്ന് പറഞ്ഞാൽ ഞാൻ നിസ്സഹായനാണ് വിനോദ്. പക്ഷേ അപേക്ഷിക്കാൻ എനിക്ക് കഴിയും. മെഴ്സിയുടെ അസുഖം മാറണമെങ്കിൽ അവൾക്ക് അവളുടെ കുഞ്ഞിനെ തിരിച്ചു കിട്ടണം. വിനോദിന്റെ പ്രയാസം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ എനിക്ക് എന്റെ ഭാര്യയെ തിരിച്ചു വേണം. എന്റെ മേഴ്സി, ഞാൻ കാരണം സമനിലയെത്തിയ എന്റെ മേഴ്സിയെ. യെസ് വിനോദ്, ഐ വാണ്ട് മൈ വൈഫ് ബാക്ക്. ലോകത്തൊരു പുരുഷനും ഒരു സ്ത്രീയെ സ്നേഹിച്ചില്ലാത്ത രീതിയിൽ എനിക്ക് അവളെ സ്നേഹിക്കണം. ഐ വാണ്ട് ഹർ ബാക്ക് വിനോദ്, ഐ വാണ്ട് ഹർ ബാക്ക്. ടിൻഡുവിനെ കണ്ടെന്ന് വെച്ച് മെഴ്സിയുടെ അസുഖം മാറുമെന്ന് എനിക്ക് തീരെ വിശ്വാസമില്ല. എങ്കിലും ഒരു റിസ്ക് ഞാൻ എടുക്കാം. കുഞ്ഞിനെ കൊണ്ടുവരാം. മെഴ്സി എങ്ങനെ പെരുമാറുമെന്ന് അറിയാൻ വേണ്ടി മാത്രം. ഇന്ന് ആ സിസ്റ്റർ കൊണ്ടുവന്ന കുട്ടിയോട് പെരുമാറിയതുപോലെ വല്ലതും സംഭവിച്ചാൽ മിസ്റ്റർ അലക്സ്, മേലിൽ നിങ്ങൾ എന്നെ ശല്യപ്പെടുത്തരുത്. ഇല്ല വിനോദ്, ഇറ്റ്സ് മൈ പ്രോമിസ്. ബിക്കോസ് നിങ്ങൾക്ക് എന്നോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ കരുണയാണിത്. ശരി, നാളെ ഞാൻ കുഞ്ഞിനെയും കൊണ്ടുവരാം. താങ്ക് യു വിനോദ്, താങ്ക് യു വെരി മച്ച്. എവിടായിരുന്നു വിനു? എന്താ എത്ര താമസിച്ചത്? അല്ല, ടിൻഡു മോൾ ഇതുവരെ ഉറങ്ങിയില്ലേ? പപ്പാജി വന്നിട്ട് ഉറങ്ങുള്ളൂന്ന് ഒറ്റ നിർബന്ധം. ആണോ? ശരാ, അത്രയ്ക്ക് ഇഷ്ടമാണോ പപ്പാജിയോട്? അങ്ങനെയാണല്ലേ ഞാൻ നാളെ മോളെയും കൊണ്ട് ഒരു കറക്കം കറങ്ങാൻ പോവും. എവിടെ? അതൊക്കെ ഉണ്ട്, നമുക്ക് മാത്രം പോവാം. അമ്മയെ കൊണ്ടുപോണ്ട. ഞാനും വരും. ഇല്ല ഇല്ല, ഞാനും മോളും മാത്രം. എവിടെയാ വിനു? അതൊക്കെ പോയിട്ട് വന്നിട്ട് പറ. നാളെ മോക്ക് ഏതുടുപ്പാണെന്ന് ഇടേണ്ടത്? പപ്പാജി എടുത്തു തരാം കേട്ടോ. ഈ ഉടുപ്പ്
ആ മിടുക്കിയായല്ലോ. വിനു മോളെ നോക്കണേ. മാമാട്ടുകുട്ടിയമ്മ തിരികെ വന്നിട്ടേ ഞാൻ കഞ്ഞി കുടിക്കുള്ളൂ. ഹായ് ടിൻഡു. ഹായ് അങ്കിൾ. താങ്ക് യു അങ്കിൾ. വരൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മെഴ്സി, ഇതാരാ വന്നിരിക്കുന്നു നോക്കിയേ. മെഴ്സിക്ക് മനസ്സിലായോ ആരാ? അവളെ. നോ അലക്സ്, നോ വിനോദ്, പ്ലീസ്. ഡോണ്ട് വറി, നത്തിങ് വിൽ ഹാപ്പൻ. വാ. താങ്ക് യു വിനോദ്, താങ്ക് യു. ടിൻഡു, Give me the child back. No, no, you promised me. I didn't. നീ എന്നോട് promise ചെയ്തില്ല. നീ എന്നോട് promise ചെയ്തു. Give me the child back. I want the child. Give me the child. You bloody get lost. കരയരുത്, കരയരുത്, കരയരുത്. നോ, നോ, കരയരുത്. നോ, 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 നോ. കുതിര. മോള് കരയാതെ. I'm sorry. That's all right. See you. മോക്ക് പപ്പാജി നല്ലൊരു കുതിര മേടിച്ചിട്ടാ. മിസ്റ്റർ അലക്സ്, എനിക്ക് മനസ്സിലായി. ഐ മീൻ, എനിക്ക് ഷുവറായി മെഴ്സിയുടെ കുട്ടിയാണെന്ന്. കുട്ടിയെ നിങ്ങൾക്ക് തരേണ്ടത് തന്നെയാണ്. പക്ഷേ സേതുവിനോടെല്ലാം പറയാൻ എനിക്ക് കുറച്ചുകൂടി സമയം. Please, please. നല്ല കുതിരയാ അല്ലേ മോളെ? നല്ലതാ.
മോള് കഴിക്കേ. മോക്ക് ഏത് ഐസ്ക്രീമാ ഇഷ്ടം? വാനിലയോ പിസ്റ്റയോ? ഇതാ. ഒരു കപ്പ് കൂടി മേടിക്കട്ടെ? വേണ്ട. അത് പ്രാന്തിയാണോ പപ്പാജി? ഏയ്, ഇതുപോലെ ഒരു മഞ്ഞ കുതിരയുണ്ട് കേട്ടോ, പപ്പാജി മേടിച്ചു തരാം. ആ. മോളിരുന്ന് കഴിക്കേ, പപ്പാജി ഇപ്പൊ വരാം. ഒന്ന് ഫോൺ ചെയ്യണം. ഹലോ. ആ സേതു, ഒരു ചെറിയ പ്രോബ്ലം. എന്താ വിനു? എന്റെ കൂടെ ജോലി നോക്കുന്ന ഒരാളുടെ വൈഫിന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഞാൻ കാണാൻ പോയിരുന്നു. കൂടെ ടിൻഡു ഉണ്ടായിരുന്നു. ദാറ്റ് ലേഡി ഈസ് മാഡ്. എന്നിട്ട് അവര് ടിൻഡുവിനെ എടുത്ത് മടിയിലൊക്കെ വെച്ചു. വിനു എന്തൊക്കെയാ കാണിക്കുന്നത്? മോൾ പേടിച്ചോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ടിൻഡു അവിടെ വന്ന് ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ വിഷയം മാറ്റിക്കളയണം. അവളത് ഓർക്കാതിരിക്കാൻ വേണ്ടിയാ. ആ മനസ്സിലായി. പിന്നെ ഒന്ന് വേഗം വരൂ. ദേ വരിക. മോള് കഴിച്ചു കഴിഞ്ഞോ? ബാ. അമ്മേ, അമ്മേ, ഞാൻ ഇന്നൊരു പ്രാന്തിയെ കണ്ട്. ഒരു പ്രാന്തി മുടിയെല്ലാം ഇങ്ങനെ ഇട്ട് കണ്ണെല്ലാം ഇങ്ങനെ വെച്ച് ഈ, ഈ, ഈ. ഞാൻ എല്ലാം അറിഞ്ഞു. ഒന്നും പറയണ്ട. എളുപ്പം മേലെഴിച്ചു വന്ന ഒരു നല്ല കഥ പറഞ്ഞുതരാം. ഏത് കഥ? ഇതുവരെ ആരും പറയാത്ത കഥ. എളുപ്പം വാ. എന്താ വിനു വല്ലാതെ? സാരമില്ല വിനു. സേതു, നാളെ മോളെയും കൊണ്ട് നമുക്കൊരു ഔട്ടിങ്ങിന് പോകണം. ഒരു ചേഞ്ചിന് വേണ്ടി. പോകാം. വിനു ലൈറ്റ്. ഓ. കാണിക്കട്ടുണ്ടോ പ്ലീസ്? കാണിക്കും മോളെ, ഒന്നുകൂടെ കാണിക്കും മോളെ പ്ലീസ്. അപ്പാജി കാണിക്കട്ടെ? മിനു, അവൾ എന്തൊക്കെയാ കാണി. മിനു, വൈ വിനോദ്? എന്തൊക്കെയോ പറയാനുണ്ട് എനിക്ക് സേതുവിനോട്. ഒരു കഥ പോലെ. ഇതുവരെ ആരും പറയാത്ത കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് മോഹിപ്പിക്കാറില്ലേ നമ്മുടെ ടിറ്റുവിനെ? അതുപോലൊരു കഥ. മുടിയെല്ലാം ഇങ്ങനെ ഇട്ട് കണ്ണും തുറച്ച് ഒരു ഭ്രാന്തിയെ കണ്ടെന്ന് പറഞ്ഞില്ലേ ടിന്നു ഇന്നലെ? ആ
അതവളുടെ അമ്മയാണ്, യഥാർത്ഥ അമ്മ, റിയൽ മദർ. കുഞ്ഞിനെ കിട്ടുന്നില്ല എങ്കിൽ മെഴ്സിയുടെ അസുഖം മാറില്ല. വിനു പറ, ഞാൻ എന്താ ചെയ്യണ്ടെന്ന്. കൊടുക്കണം, കൊടുത്തേ തീരൂ. സേതു, സേതു പ്ലീസ്, ഞാൻ ഒന്നും ഉദ്ദേശിച്ചു പറഞ്ഞതല്ല. എനിക്കൊന്നും കേക്കണ്ട, എന്നോടൊന്നും പറയാൻ വേണ്ട. എനിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് നിന്നോടല്ല മറ്റാരോടാ ഞാൻ പറയുക? അത് തെറ്റായിപ്പോയോ? ഒന്നും മിണ്ടണ്ട. നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല, തുറന്നു പറയാനും ഡിസ്കസ് ചെയ്യാനും എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. നമ്മൾ തമ്മിൽ തീരുമാനിക്കേണ്ട കാര്യം. അതിന് നീ ഇങ്ങനെ ബഹളം വെച്ചാൽ? ഒന്നുമല്ല വിനു, ആദ്യം മുതലേ എന്നെ പറ്റിക്കായിരുന്നു. എന്തൊക്കെ പറഞ്ഞിട്ടാണ് അവളെ കൊണ്ട് പുറത്തു പോയത്? വിനുവിന് എങ്ങനെ എന്നോട് കള്ളം പറയാൻ തോന്നി? എല്ലാം ഒളിപ്പിച്ചു വെച്ചിട്ട് ഔട്ടിങ്ങിനെന്നും പറഞ്ഞു പോയിട്ട് കുഞ്ഞിനെ കൊടുക്കണമെന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു കളഞ്ഞില്ല വിനു. പപ്പാജി, ആ തോർത്തൊന്ന് എടുത്തു തരോ? വരുന്നു മോളെ. പപ്പാജി, എന്താ മോളെ? അമ്മ എന്തിനാ കഴിയുന്നേ? ഒന്നുമില്ല. ആ, എനിക്കറിയാം പപ്പാജി. മോള് പോയി തോർത്തിട്ട് വാ. സേതു, അപ്പോഴത്തെ ഫീലിംഗിൽ ഞാനങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. നിനക്കുള്ളതുപോലെ തന്നെ സ്നേഹം എനിക്കും ടിന്റെ മോളോടില്ലേ? നാളെ നമ്മൾ മോളെയും കൊണ്ട് ഇവിടുന്ന് പോവുകയാണ്. ഈ നാടും ഇവിടുള്ളതെല്ലാം വിട്ടിട്ട് ആരും തിരഞ്ഞു വരാത്തൊരിടത്തേക്ക്. നേരാണോ വിനു? അതെ. എങ്ങോട്ട്? എവിടെയെങ്കിലും, ഏതെങ്കിലും ഒരു സുഖവാസ സ്ഥലത്തേക്ക്. എല്ലാം പാക്ക് ചെയ്യട്ടെ? ഞാനും ഹെൽപ്പ് ചെയ്യാം. നമ്മളെവിടെ പോവാമേ? ഊട്ടിക്ക്. എന്തിനാ? അവിടെ താമസിക്കാൻ. അവിടെ നല്ല തണുപ്പാലേ. ഞാനും പെട്ടി എടുക്കട്ടെ? ആ,
കീ ഒന്ന് തരൂ. എങ്ങോട്ടാ സേതു പോകുന്നത്? എന്റെ കുഞ്ഞിന്റെ അമ്മയൊന്ന് കാണാൻ. നമ്മൾ പോവല്ലേ? ഇനി ഒരിക്കലും കാണാൻ പറ്റിയില്ലെങ്കിലോ? വേണ്ട സേതു. വേണം. അവളുടെ യഥാർത്ഥ അമ്മയല്ലേ? അങ്ങനെ ഒരാളുള്ളപ്പോൾ ഞാനൊരു കള്ളയമ്മയാണ്. കൊടുക്കുന്ന സ്നേഹം കള്ള സ്നേഹം. ഇവളോട് കളവ് കാണിക്കാൻ എനിക്ക് പറ്റില്ല വിനു. മരിച്ചുപോയ നീനുവിനെ ഓർത്ത് 4 വർഷം ഞാൻ അനുഭവിച്ച വേദന വിനുവിനറിയാമല്ലോ. ജീവിച്ചിരിക്കുന്ന കുഞ്ഞിനെ കയ്യിൽ കിട്ടാൻ കഴിയാത്ത മേഴ്സിയുടെ വേദന എന്തായിരിക്കും? നമ്മൾ എന്തിനാ ഇവിടെ വന്ന? ഇവിടെ ഭ്രാന്തിയുള്ള മോളെ. സേതു, എന്തിനാ വന്നത്? അന്ന് നിങ്ങൾ കുഞ്ഞിനെ പിടിച്ചോൻ ചോടിയില്ലേ? അതിൽ പിന്നെ മെസ്സിക്ക് ലേശം കൂടുതലാണ്. ടിൻഡു, മോള് വന്നേ. അമ്മ പോയി, പപ്പാജി അമ്മ പോയി. എന്താ സേതു കാണിച്ചേ? ഇങ്ങോട്ട് ഇറങ്ങിക്കേ. കുഞ്ഞു കിടന്ന് കരയാണ്. മെസ്സിയുടെ അസുഖം കൂടിയിരിക്കുകയാണ്. അത് മാറിക്കൊള്ളും. ഞാനല്ലേ പറയുന്നത്. എന്റെ മോൾ അവളുടെ അമ്മയുടെ കയ്യിലാണെന്നുള്ള സമാധാനം മാത്രം മതി എനിക്ക്. അവളെ നമ്മൾ ഒരുപാട് സ്നേഹിച്ചിരുന്നുവെന്ന് എനിക്കിന്ന് മനസ്സിലായി. നമ്മുടെ ടിൻഡുവിനോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ശരിയല്ല? അവളെ കൊണ്ട് പോയാൽ നമുക്ക് എന്തെങ്കിലും മനസമാധാനം കിട്ടുമോ വിനു? എനിക്കറിയാം അവളുടെ കുഞ്ഞു മനസ്സ് വേദനിക്കും. അല്പകാലത്തേക്ക് മാത്രം. അത് കഴിഞ്ഞാൽ അവൾ എത്ര സന്തോഷമുള്ളവളായിരിക്കും. നമ്മളോട് എന്ത് നന്ദിയുള്ളവളായിരിക്കും. എല്ലാ കാലവും എന്റെ മനസ്സിനും സമാധാനം ഉണ്ടാവും. വാ വിനു. എനിക്ക് വിനു, വിനുവിന് ഞാനും മാത്രം മതി. നമുക്ക് പോകാം. ആരും തേടി വരാത്ത